കേരളത്തിലെ ആളുകളെല്ലാം വലിയ പുരോഗമനവാദികളാണ്. കേരളം മറ്റ് സ്റ്റേറ്റുകൾ പോലെയല്ല, വിദ്യാസമ്പന്നരാണ്, ശാസ്ത്രത്തിൽ അടിസ്ഥാനമാക്കി വിശ്വസിച്ച് ജീവിക്കുന്നവരാണെന്നൊക്കെ തോന്നുകയാണ്. ഒരിക്കലുമല്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ പുറകെ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. നമ്മളിപ്പോൾ 13-ന്റെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മന്ത്രിമാർ 13 അക്കത്തെ ഭയക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലെയും ആ മന്ത്രിമാർ 13 അക്കത്തെ ഭയക്കുന്നു. അതുകൊണ്ട് 13-ാം നമ്പർ കാറ് അവർ പരമാവധി ഉപയോഗിക്കാറില്ല. MA ബേബി ആയിരുന്നു ഒരിക്കൽ ഈ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ. MA ബേബി ആയിരുന്നു, സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി ആയിരുന്നു ഈ കാർ നമ്പർ ചോദിച്ചു മേടിച്ചത്. പക്ഷേ പിന്നീട് ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് MA ബേബിക്ക് പിന്നീട് MLA ആവാനോ മന്ത്രി ആവാനോ ഒന്നും പറ്റിയില്ല. കൊല്ലത്ത് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, അദ്ദേഹം തോറ്റുപോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹം ജനപ്രതിയായിട്ട് വന്നിട്ടില്ല. ഇവിടെ മാത്രമാണ് നമ്മൾ വലിയ പുരോഗമനവാദികളാണെന്ന് പറയുകയും അതേ സമയത്ത് ഒട്ടും പുരോഗമനപരമല്ലാത്ത ആശയങ്ങളുടെ പുറകെ പോവുകയും വിശ്വാസങ്ങളുടെ പുറകെ പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം റോക്കറ്റ് മുകളിലേക്ക് വിടുന്ന സമയത്ത് ഈ പൂജ നടത്തി റോക്കറ്റ് മുകളിലേക്ക് വിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമസ്കാരം. UDF മന്ത്രിസഭയെ തീരുമാനിച്ചതിന് ശേഷം ചില കൗതുകകരമായ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന് UDF മന്ത്രിമാരെ ചില അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചാണ്. ഈ നമ്പർ 13 വാഹനം ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ തരത്തിൽ ഇതിനെന്തെങ്കിലും ചരിത്രപരമായോ അങ്ങനെ എന്തെങ്കിലും ഫാക്ട് ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ മന്ത്രിസഭ ഏറ്റവും കൂടുതൽ ഫണ്ട് മുടക്കി നവീകരിക്കാൻ പോകുന്ന ഒന്ന് മൻമോഹൻ ബംഗ്ലാവാണ്. അതൊരു കാര്യം. സാറിന് തോന്നുന്നു ഈ നമ്പർ 13 വിഷയത്തിലുള്ള പ്രശ്നം? ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ എല്ലാ കാലത്തും ഒരേപോലെ പിന്തുടരുന്നുണ്ട്. ലോകത്തിലാകമാനം ഈ 13 എന്നുള്ള അക്കത്തോട് വലിയ ഭയമാണ്. എന്തുകൊണ്ടാണ് ഈ 13-നോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല അന്ധവിശ്വാസങ്ങളാണ്. ഒന്ന്, അവസാനത്തെ അത്താഴം എന്ന് പറയുന്ന അത്താഴ വിരുന്നിൽ ക്രിസ്തുദേവനും 12 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുന്നു. ഇതിൽ അവസാനമായി 13-മതായി ഒരാൾ വന്നിരിക്കുന്നു, അയാളാണ് യൂദാസ്. അപ്പോൾ ഏറ്റവും മോശം സംഖ്യയായി ഈ 13 മാറുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതിന് തത്തുല്യമായ ചില വിശ്വാസങ്ങളും വിശ്വാസമല്ല അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഹോട്ടൽ റൂമുകൾക്ക് 13 എന്നുള്ള അക്കം ഒഴിവാക്കാൻ വേണ്ടി 100-ലാണ് അക്കം തുടങ്ങുക. അപ്പോൾ 101, 102 അങ്ങനെ പോകുന്നത്. ഈ നിലകൾക്ക്, ഫ്ലോറുകൾക്ക് 12 കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെന്തെങ്കിലുമൊക്കെ പേര് കൊടുത്തിട്ടാണ് പിന്നെ 14, 15 വരുന്നത്. അങ്ങനെ അന്ധവിശ്വാസങ്ങൾ, നമ്മൾ മനുഷ്യൻ വലിയ രീതിയിൽ പുരോഗമിക്കുകയും ചൊവ്വയിലേക്കൊക്കെ താമസം മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ചന്ദ്രനിലേക്ക് ആളുകൾ പോയി വരുന്നു, ബഹിരാകാശത്ത് ആളുകൾ പോയി പിന്നെ വിനോദസഞ്ചാരം നടത്തി തിരിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെ ശാസ്ത്രം വലിയ രീതിയിലുള്ള വളർച്ച പ്രാപിക്കുകയും ജനങ്ങൾ ശാസ്ത്രത്തെ വലിയ രീതിയിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ 13-ന്റെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മന്ത്രിമാർ 13 അക്കത്തെ ഭയക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലെയും ആ മന്ത്രിമാർ 13 അക്കത്തെ ഭയക്കുന്നു. അതുകൊണ്ട് 13-ാം നമ്പർ കാറ് അവർ പരമാവധി ഉപയോഗിക്കാറില്ല. സർക്കാരിൽ ചില മന്ത്രിമാർ ചോദിച്ചു വാങ്ങി. ഇപ്പൊ കഴിഞ്ഞ MA ബേബി ആയിരുന്നു ഒരിക്കൽ ഈ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ. MA ബേബി ആയിരുന്നു, സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി ആയിരുന്നു ഈ കാർ നമ്പർ ചോദിച്ചു മേടിച്ചത്. പക്ഷേ പിന്നീട് ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് MA ബേബിക്ക് പിന്നീട് MLA ആവാനോ മന്ത്രി ആവാനോ ഒന്നും പറ്റിയില്ല. കൊല്ലത്ത് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, അദ്ദേഹം തോറ്റുപോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹം ജനപ്രതിയായിട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ തവണ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതേപോലെ ചോദിച്ചു, 2 പേർ ചോദിച്ചു, സുനിൽകുമാർ ചോദിച്ചു, അതുപോലെ തന്നെ തോമസ് ഐസക് ചോദിച്ചു. തോമസ് ഐസക്കിനായിരുന്നു ആ കാർ കിട്ടിയത്. അതിനുശേഷം പിന്നെ തോമസ് ഐസക്കിന് സീറ്റ് കിട്ടുന്നില്ല. പിന്നീട് അദ്ദേഹം പത്തനംതിട്ടയിൽ പോയി മത്സരിക്കുന്നത് തോറ്റുപോകുന്നു. ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ജനപ്രതിനിധിയായി വരാനുള്ള സാഹചര്യവും ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇല്ല. ഇക്കഴിഞ്ഞതിൽ പ്രസാദായിരുന്നു, CPIയുടെ മന്ത്രിയായിരുന്ന, കൃഷിമന്ത്രിയായിരുന്ന പ്രസാദായിരുന്നു ഈ 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന് പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്, ഭരണ തുടർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം പല മന്ത്രിമാരും UDF വരുന്ന സമയത്ത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കാറ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് 13-ാം നമ്പർ ഇല്ല, അങ്ങനെയാണ്. 12 കഴിഞ്ഞാൽ പിന്നെ 14-ആണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളത് ശരിക്കും സങ്കടകരമാണ്. അല്ലെങ്കിൽ 13 എന്നുള്ളത് ഒരു അക്കം മാത്രമാണ്. മനുഷ്യൻ ഈ അക്കം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പിൽ മനുഷ്യരാശി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ വളരെ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തമായിരുന്നല്ലോ ഈ അക്കങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഈ കാൽക്കുലേഷനൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ച ഒരു അക്കത്തിന് ഇത്രയും ഭ്രഷ്ട് കൽപ്പിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത്രയൊക്കെ പറയുമ്പോഴും ഇപ്പം
വാജ്പേയി സർക്കാരിനെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. 13 എന്നുള്ള ആ നമ്പറിനെ അവർ ഭയക്കുന്ന എങ്ങനെയായിരുന്നു. 13 ദിവസമായിരുന്നു ആദ്യ മന്ത്രിസഭ, പിന്നീട് 13 മാസമായിരുന്നു ആ മന്ത്രിസഭ. അങ്ങനെയൊക്കെയുള്ള ചില തിരിച്ചടികളൊക്കെ ഈ 13 സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ചില രാജ്യങ്ങളിലൊക്കെ 13 അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നാൽ അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ മന്ത്രിമാരുടെ വീടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. ചില വീടുകൾ വലിയ തരത്തിൽ സ്വീകാര്യതയുള്ള വീടുകളായി, ഒരേ വീടിന് തന്നെ 3-4 മന്ത്രിമാരെ ഇപ്പം നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മൻമോഹൻ ബംഗ്ലാവിന് ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച ഒരു മന്ത്രിയും പിന്നീട് മന്ത്രിസഭയിലേക്കോ തിരിച്ചു വന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നീട് MLA പോലും ആവാൻ പറ്റാത്ത ഒരുപാട് മന്ത്രിമാരുടെ കാര്യം നമുക്കറിയാം. ഇത് പരിശോധിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നത് R ബാലകൃഷ്ണപിള്ള ആയിരുന്നു മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പഞ്ചാബ് മോഡൽ പ്രസംഗം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി. മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയുള്ള കുറേ വിഷയങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. പിന്നീട് ഏറ്റവും അവസാനത്തേത് നമ്മൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത് നമ്മുടെ ആന്റണി രാജു ആയിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാവുകയും പിന്നീട് അദ്ദേഹത്തിന് മറ്റേ തൊണ്ടിമുതൽ കേസ്, ജട്ടി അടിച്ചു മാറ്റി കേസ് എന്ന് പറയുന്ന വലിയ വിവാദമായ കേസിൽ ശിക്ഷിക്കപ്പെടുകയും സുപ്രീം കോടതി വരെ പോവുകയും എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് അദ്ദേഹം ഇനി ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഇതൊക്കെ വിശ്വാസം കൂടുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2.5 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം മാറിയപ്പോൾ, ആന്റണി രാജു അവിടുന്ന് മാറിയപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാനോട് അവിടത്തേക്ക് മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വാടകയ്ക്ക് ഒരു വീട് സംഘടിപ്പിച്ച് അതിലായിരുന്നു താമസിച്ചിരുന്നത്. സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ റൂമിലേക്ക്, വലിയ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പോലും അദ്ദേഹം ഈ ബംഗ്ലാവിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടില്ല. ഈ മൻമോഹൻ ബംഗ്ലാവിൻ്റെ മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് കരുണാകരൻ ഒരിക്കൽ മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹം 1 മാസക്കാലം മാത്രമാണ് അവിടെ താമസിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, മൻമോഹൻ ബംഗ്ലാവുമായി ബന്ധപ്പെട്ട് ഉള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണൻ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ മൻമോഹൻ ബംഗ്ലാവിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ചില ജ്യോതിഷികളുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഏതോ ഒരു സ്റ്റേറ്റിൽ പോയി പ്രത്യേകതരം ഒരു ഗേറ്റ് കണ്ടുപിടിക്കുകയും നിലവിലുള്ള ഗേറ്റ് അടച്ചുപൂട്ടി അതിൻ്റെ എൻട്രൻസ് മാറ്റുകയൊക്കെ ചെയ്തൊരു സംഭവങ്ങളൊക്കെ പിന്നീട് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അപ്പം കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ ഒട്ടും പിറകോട്ടായിരുന്നില്ല. ചില മന്ത്രിമാർ ഒഴികെ മറ്റെല്ലാ നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ ആയി വരുമ്പോഴേക്ക് അവരുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ മുറുകെ പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് 13-ാം നമ്പർ കാറിനോട് ഇവർക്കെല്ലാം ഭയമാണ്. 13-ാം നമ്പർ കാറിൽ കയറി പിന്നീട് മന്ത്രിയാകാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവാദത്തിൽപ്പെട്ട് രാജിവെച്ചൊഴിയേണ്ടി വരുമോ എന്നുള്ള ഭയം ഇവർക്കെല്ലാവരുമുണ്ട്. അതുകൊണ്ട് ഇവർ ബേസിക്കലി ഒരിക്കലും ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിയോ ഒന്നും അല്ല ചർച്ച ചെയ്യുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അവർ അന്ധവിശ്വാസികളായി മാറുന്നു. അവർക്ക് അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾക്കൊന്നും ആരും മുതിരാൻ തയ്യാറാവുന്നില്ല എന്നത് വിചിത്രമായി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? കാരണം തങ്ങളെ ഭരിക്കാൻ പോകുന്നവർ അന്ധവിശ്വാസത്തിന്റെ കൂടാരാണ്. അപ്പൊ പിന്നെ അവരുടെ തീരുമാനങ്ങളിൽ ഇത്തരം സ്വാധീനം ഉണ്ടാവും. അതായത് ന്യൂമറിക്സ് വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായും ചില ആളുകൾ നമ്മളിപ്പോൾ ഭയങ്കര അത്ഭുതകരമായി തോന്നുന്നത് ഇപ്പോൾ 9-ാം നമ്പർ വേണ്ടെന്ന് പറഞ്ഞിട്ട് PK ബഷീർ പറഞ്ഞു 9-ാം നമ്പർ വേണ്ടെന്ന് പറഞ്ഞു, രമേശ് ചെന്നിത്തല എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടു. അപ്പം എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നതെന്ന് പറഞ്ഞാൽ VD സതീശൻ പറഞ്ഞത് ഇത് ജൻസി യുഗമാണെന്നും അതുകൊണ്ട് ജൻസി യുഗത്തിൽ യുവാക്കളെയാണ് നമ്മൾ കൂടുതൽ ശരിക്കും പരിഗണിക്കേണ്ടതെന്നും എന്നൊക്കെയാണ് പറയുന്നത്. യുവാക്കൾ ഒരു പുതിയ കേരളം, നവകേരള സൃഷ്ടിയാണ് ഈ VD സതീശൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അപ്പം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത്, ഈ ഇത്തരം മന്ത്രിമാരെ, അന്ധവിശ്വാസികളായ മന്ത്രിമാരെയൊക്കെ വെച്ച് എങ്ങനെയാണ് ഈ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് അത്ഭുതകരമായാണ് നമുക്ക് തോന്നുന്നത്. കാരണം പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അവർ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അവരൊരിക്കലും ഫോളോ ചെയ്യുന്നില്ല. അവർ ടെക്നോളജിയെയും അതുപോലെ തന്നെ ശാസ്ത്രത്തിലുണ്ടാകുന്ന വലിയ പുരോഗതിയെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പല വിദ്യാർത്ഥികളും പിന്നീട് വിദേശത്ത് പോവുകയും വിദേശത്ത് പോയ പലരും മതവും ഒക്കെ ഉപേക്ഷിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇവിടെ മാത്രമാണ് നമ്മൾ വലിയ പുരോഗമനവാദികളാണെന്ന് പറയുകയും അതേ സമയത്ത്
ഒട്ടും പുരോഗമനപരമല്ലാത്ത ആശയങ്ങളുടെ പുറകെ പോവുകയും വിശ്വാസങ്ങളുടെ പുറകെ പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം റോക്കറ്റ് മുകളിലേക്ക് വിടുന്ന സമയത്ത് ഈ പൂജ നടത്തി റോക്കറ്റ് മുകളിലേക്ക് വിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റുകളിലും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് അവിടെ പൂജ നടത്താറുണ്ട്. ഭൂമി പൂജ നടത്തിയിട്ടൊക്കെയാണ് ചില വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ശാസ്ത്രത്തിന് ഒട്ടും നിരക്കാത്ത ഇത്തരം വിശ്വാസങ്ങളുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് നേതാക്കന്മാർ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവരെ ജയിപ്പിച്ചു വിടുന്ന ആളുകളും ആലോചിക്കേണ്ടതുണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളം ഇതിൽ നിന്നൊക്കെ വിഭിന്നമൊന്നുമല്ല. നമ്മൾ ഉത്തരേന്ത്യയിലെ പല വാർത്തകൾ കേൾക്കുമ്പോൾ ഇവിടെ പുരോഗമനം പറയും. കേരളത്തിൽ എന്താ തോമസ് വിഷയം എന്ന് പറഞ്ഞാൽ, കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാം ഹൈഡ് ചെയ്യും. മറ്റ് സ്റ്റേറ്റുകളിൽ അവരത് തുറന്നു കാണിക്കും. ഇത്ര വ്യത്യാസമുള്ളൂ. നമ്മുടെ വിശ്വാസങ്ങളും മറ്റൊക്കെ നമ്മൾ പല ന്യൂമറിക്കൽ സാധനത്തിൻ്റെയും ജ്യോതിഷിയുടെയൊക്കെ പുറകെ പോകുന്നുണ്ട് എല്ലാവരും. നമ്മൾ ഒരു ജ്യോതിഷി ഇവിടെ പട്ടിണി കിടക്കുന്നില്ല. എല്ലാ ജ്യോതിഷികളും നല്ല സമ്പന്നന്മാരായി ജീവിക്കുന്നത് കേരളത്തിൽ ശരിക്കും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, കേരളത്തിലെ ആളുകളെല്ലാം വലിയ പുരോഗമനവാദികളാണ്, കേരളം മറ്റ് സ്റ്റേറ്റുകൾ പോലെയല്ല, വിദ്യാസമ്പന്നരാണ്, ശാസ്ത്രത്തിൽ അടിസ്ഥാനമാക്കി വിശ്വസിച്ച് ജീവിക്കുന്നവരാണെന്നൊക്കെ തോന്നുകയാണ്. ഒരിക്കലുമല്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോഴും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ പുറകെ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നമ്മൾ അത് പ്രകടമായി സംഭവിക്കാറില്ല എന്ന് പറഞ്ഞു. ഇപ്പം മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ ഒരു മന്ത്രിയുടെ വീട്ടിൽ പരസ്യമായി പൂജ നടത്തും. ഇവിടെയാണെങ്കിൽ മന്ത്രിയുടെ വീട്ടിൽ രഹസ്യമായി പൂജ നടത്തും. ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊന്നും പ്രകടിപ്പിക്കാതെ എങ്ങനെ ആളുകളുടെ മുന്നിൽ ഇതൊന്നും അവതരിപ്പിക്കാതെ എങ്ങനെ രഹസ്യമായി കൊണ്ടു കിടക്കുക എന്നുള്ളത് നമ്മൾക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവർക്ക് അത് അറിയില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ മന്ത്രിമാരുടെ തീരുമാനങ്ങളിലും പ്രഖ്യാപനങ്ങളിലൊന്നും ഈ അന്ധവിശ്വാസം ബാധിക്കില്ലെന്ന് വിശ്വസിക്കാം. അങ്ങനെയൊക്കെ വിശ്വസിക്കാം. പക്ഷേ എങ്കിൽ പോലും അവരെപ്പോഴും സേഫ് സൈഡാണ് നോക്കുന്നത്. അതുകൊണ്ട് സേഫായി തന്നെ മുന്നോട്ട് പോകും. ഇപ്പം എല്ലാവരുടെയും ഈ സേഫ് സൈഡൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ചില ആളുകൾ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമായി മാറും. കാരണം മന്ത്രിമാർ ഇനി അഥവാ വേണ്ടെന്ന് വെച്ചാൽ പോലും അവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ അത് വേണം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് വിചിത്രമായി തന്നെ നമ്മൾ കാണേണ്ടത്. ഈ മൻമോഹൻ ബംഗ്ലാവ് മാത്രമല്ല, മന്ദിരങ്ങളെല്ലാം മൂടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 4.5 കോടി രൂപയെങ്ങാണ്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ പുതിയ കാറുകൾ വാങ്ങിക്കുന്നതല്ല, മന്ത്രിമാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കാറുകൾ തന്നെ ഉപയോഗിക്കും, പുതിയ കാറുകൾ മേടിക്കുന്നതല്ല, മുഖ്യമന്ത്രിക്കടക്കം പഴയ കാറുകൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. വി എൻ വാസവൻ ഉപയോഗിച്ചിരുന്ന കാറാണ് ഇപ്പം മുഖ്യമന്ത്രി വി ഡി സതീശൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടുകളിലെ ഫർണിച്ചറുകളും സാധാരണ നിലയിലൊരു പതിവുണ്ട്. ഒരു മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയായി പുതിയ മന്ത്രിമാർ ചുമതലയേൽക്കുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ ഭവനങ്ങളൊക്കെ മൂടി പിടിപ്പിക്കുകയും അവിടുത്തെ കർട്ടൻ അടക്കം എല്ലാ സാധനങ്ങളും, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ TV, അതുപോലെ തന്നെ ഈ മറ്റേ കട്ടിൽ, കിടക്ക, അങ്ങനെയുള്ള സെറ്റി, ഇതെല്ലാം ഫർണിച്ചറുകളെല്ലാം മാറ്റി പുതിയ ഫർണിച്ചറുകൾ സ്ഥാപിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. ഇത്തവണ അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില മന്ദിരങ്ങളിലൊക്കെ ടൈൽസൊക്കെ മാറ്റിക്കളയും, ടൈൽസ് മാറ്റും. അതുപോലെ തന്നെ പറ്റാവുന്ന എന്തൊക്കെ മാറ്റാൻ പറ്റും അതൊക്കെ മാറ്റും. ഇപ്പം കഴിഞ്ഞ മന്ത്രി പോകുന്ന സമയത്ത് ഒരു മാസം മുന്നെയാണ് TV മേടിച്ചെങ്കിൽ പോലും അടുത്ത മന്ത്രി വരുമ്പോൾ ആ TV ഒക്കെ മാറ്റി അവർക്ക് താല്പര്യമുള്ള TV, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വെക്കുകയാണ് സാധാരണ പതിവ്. ഇത്തവണ അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സ്റ്റേറ്റ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായി തന്നെ ഇത്രയും പൈസ അനുവദിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് അനുവദിച്ചതെന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇതൊരു സാധാരണ പതിവാണ്. ആ പതിവ് ഇപ്പോഴും തുടരും. വലിയ തുക ചിലവഴിച്ച് മൊത്തത്തിൽ മോടി കൂട്ടുന്ന പതിവ് ഇല്ല എന്ന് മാത്രമാണ്. എങ്കിൽ പോലും കട്ടിലും കിടക്കയൊക്കെ മാറ്റി പുതിയ കട്ടിലും കിടക്കയൊക്കെ വരും എന്ന് തന്നെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്.